بسم الله الرحمن الرحيم. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين أبدا أما بعد. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم ليضلونكم ولا يفتنونكم. الصدق رسوله الكريم الأمين. حمى الله أهل السنة والجماعة بجاه رسول الله من شر بدعتي. ബഹുമാനികളെ, കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ചർച്ച ചെയ്തു വന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും അത് വികലമാക്കി ചിത്രീകരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിനോട് അടുക്കുമ്പോൾ സംഭവിക്കുമെന്ന് പ്രവചിച്ച പ്രവചനങ്ങളുടെ പുലർച്ചയെന്നോണം രംഗത്ത് വരുന്ന പുത്തനാശയങ്ങളെക്കുറിച്ചും വിശ്വാസകർമ്മ രംഗങ്ങളിൽ അവരുടെ വീക്ഷണങ്ങൾ എന്താണ് എന്നും അവരെഴുതിയ രേഖകളിൽ നിന്നും പ്രസംഗിച്ച ഭാഗങ്ങളിൽ നിന്നും എടുത്തുദ്ധരിച്ചുകൊണ്ട് നാം ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. ഇന്നും നാളെയും കൂടെ ആ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാം ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തി പറയാനും പഠിക്കാനും കേൾക്കാനും പകർത്താനും സത്യപ്രസ്ഥാനത്തിൻ്റെ വാഹകരാകാനും നമുക്കും ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആശയാദർശങ്ങൾ നമുക്ക് പകർന്നു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി കുടുംബസമേതം ഒരുമിച്ച് കൂടാനും അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി പാനം ചെയ്യാനും അവിടുന്ന് ഉമ്മത്തുകൾക്ക് നൽകുന്ന ശഫാഅത്തുൽ ഉദമ അതിൽ പെടാനും നമുക്കും നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾ, നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധായകൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരാകുന്ന നാം. മനുഷ്യരാകുന്ന നമ്മുടെ
ഭൗതിക ലോക ജീവിതത്തിലെ സമാധാനത്തിനും പാരത്രിക ലോക ജീവിതത്തിലെ വിജയത്തിനും വേണ്ടി അള്ളാഹു സംവിധാനിച്ച മതം, അതാണ് വിശുദ്ധ ഇസ്ലാം. വിശ്വാസങ്ങളും കർമ്മങ്ങളും കൂടെ സമ്മിശ്രമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ നിയമങ്ങളത്രയും കാലോചിതമായി ആളുകളിലേക്ക് എത്തിച്ച് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അള്ളാഹു 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ ലോകത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. അബൂനാബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഓരോ നൂറ്റാണ്ടിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും ഓരോ കാലഘട്ടത്തിലേക്കും ആ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിത ചുറ്റുപാടും സാമൂഹ്യ അന്തരീക്ഷവും ബുദ്ധിപരമായ വികാസവും ഭൂമിശാസ്ത്രപരമായ കിടപ്പും എല്ലാം മനസ്സിലാക്കി അതിനോട് അനുയോജ്യമായ രീതിയിൽ മതദർശനങ്ങളെ, വിശ്വാസ കർമ്മ മണ്ഡലങ്ങളെ കാലികമായ വിഷയങ്ങളുമായി യോജിപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞയച്ചത്. ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ പ്രവാചകന്മാർ വിശ്വാസരംഗത്ത് മാറ്റം വരുത്താതെ ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നതോടൊപ്പം കർമ്മരംഗത്ത് കാലികമായ ചില മാറ്റങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവതരിപ്പിച്ചത്. 1.25 ലക്ഷം പ്രവാചകന്മാരുടെ വരവിന് സമാപനം കുറിച്ചുകൊണ്ടുവന്ന അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളോടുകൂടെ പ്രവാചകത്വ വരവിന് പരിസമാപ്തി കുറിക്കുകയും അതുവരെ പൂർത്തിയാക്കാതെ കടന്ന മതത്തിന്റെ തത്വം സമ്പൂർണമാക്കുകയും പൂർത്തിയാക്കി എന്ന സത്യം ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം നിങ്ങളുടെ മത തത്വങ്ങൾ ഞാൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഏതൊരു ഡ്യൂട്ടിക്ക് വേണ്ടിയാണോ അള്ളാഹു എന്നെ സെലക്ട് ചെയ്ത് അയച്ചിരുന്നതെങ്കിൽ ആ ഡ്യൂട്ടി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഫയലുകൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്ന മതം അത് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് വിട്ടു തന്നിട്ടുണ്ട്. ഇതൊരു ഔദ്യോഗികമായ ആധികാരികമായ പ്രഥമപ്രധാനമായ പ്രഖ്യാപനമാണ്. ലോകത്തൊരുപാട് നേതാക്കളും പ്രവാചകന്മാരുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരാരും പ്രഖ്യാപിക്കാത്ത ഒരു പ്രഖ്യാപനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടത്തിയത്. അഥവാ മതം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ മാറ്റം വരുത്താനോ വെട്ടിമാറ്റാനോ ഇല്ല എന്നും ഇതനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയാമെന്നും എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഫാത്താകുന്ന സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ 23 കൊല്ലക്കാലം നടത്തിയ ഒഫീഷ്യൽ ജീവിതം, പ്രവാചകത്വ ലബ്ധിക്കു ശേഷമുള്ള ഔദ്യോഗികമായ ജീവിതം, ആ ജീവിതത്തിലൂടെ ഏതൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഏതൊരു തത്വം ആണോ പ്രചരിപ്പിച്ചിരുന്നത് അത് 100% ശിരസാ വഹിച്ച് അംഗീകരിച്ച് പ്രാക്ടിക്കലാക്കി മാതൃകായോഗ്യരാക്കിയ ഒരു പറ്റം സന്തതികൾ, സച്ചരിതരായ അനുയായികൾ എൻ്റെ പുറകിൽ ഉണ്ട്. അവരെ കണ്ട് നിങ്ങൾക്ക് മതം പഠിക്കാം. അവരാണ് എൻ്റെ തത്വം, അവരാണ് ഞാൻ പഠിപ്പിച്ച ആശയത്തിന്റെ വാഹകർ, അവർ സത്യത്തിന്റെ മാനദണ്ഡമാണ് എന്ന് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു പോയത് നബി തങ്ങളുടെ പ്രത്യേകതയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് അല്പാൽപമായി തന്നിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വിശദീകരിക്കുകയും അത് കണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിലെ 6000 ആയത്തുകൾക്ക്
ലക്ഷക്കണക്കിന് ഹദീസുകളിലൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനം നൽകിയത്. ആ വിശദീകരണവും വ്യാഖ്യാനവും പിൽക്കാലത്തുള്ള ആളുകൾ അങ്ങനെ തന്നെ ആവാഹിച്ചെടുക്കുകയാണ്. ഒന്നുകൂടെ കാലം കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക മാത്രമല്ല, ആ ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ലക്ഷക്കണക്കിന് ഹദീസുകളും അതിന്റെ പരമ്പര സഹിതം, അതിന്റെ സനദ് സഹിതം മഹാന്മാരാകുന്ന അയിമ്മത്ത് ബൈഹാത്താക്കി വെക്കാൻ തുടങ്ങി. ഇമാമുന ശാഫിഈ, ഇമാമുന മാലിക്കി, ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും പോലുള്ള മഹാരഥന്മാരായ ഇമാമുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതോടൊപ്പം ലക്ഷക്കണക്കിന് ഹദീസുകൾ കൂടെ മനഃപ്പാടമാക്കിയവരാണ്. നമ്മളൊന്നും വിശുദ്ധ ഖുർആനിന്റെ ഒരു ജുസ് പോലും തികച്ച് മനഃപ്പാടമില്ലാത്തവരാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരു ഹാഫിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് വല്ലാത്ത സന്തോഷമാണ്. സബ്ബിയുടെ കീഴ്പോട്ട് അല്പസൂറത്തും യാസീന് കൂട്ടത്തിൽ ഓതാനും അൽ-കഹ്ഫ് അവിടെയും ഇവിടെയൊക്കെ സ്ഥിരം ഓതുന്നത് കൊണ്ടും അങ്ങനെ ഒറ്റയും തെറ്റയും സൂറത്തല്ലാതെ തെറ്റാതെ ഓതുമെന്ന് ഉറപ്പുള്ളത് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവും അതിന്റെ ശേഷമുള്ള രണ്ടും വേണമെങ്കിൽ ഇദാജായും തബ്ബത്തും എളുപ്പമുള്ളത് കൊണ്ട് വല്ലസയും ഇല്ലാത്തതാക്കി. ഇതെങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മുടെ സിലബസ്. അതേസമയം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 30 ജുസ് ഹിഫ്ളാക്കിയത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിലാണ്. നമ്മളൊക്കെ കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തുന്ന വയസ്സ് 6 or 7 വയസ്സാണ്. ആ സമയമാകുമ്പോഴേക്ക് ഈ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 10ാമത്തെ വയസ്സായപ്പോഴേക്ക് മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് ബഹുമാനപ്പെട്ട പിന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പരിപൂർണമായും ബൈആത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്ത കറാമത്തിന്റെ കഴിവാണ്. ഇങ്ങനെ 10 ലക്ഷം ഹദീസും 20 ലക്ഷം ഹദീസും ഒക്കെ മനഃപ്പാടമാക്കിയ മഹാന്മാരാകുന്ന ഇമാമുമാർ, ആ ഇമാമുമാർ ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ അതിങ്ങനെ അച്ചടിച്ചു വന്നത് മുമ്പിൽ വെക്കുകയല്ല, മനസ്സിൽ നിന്നെടുക്കുകയാണ്. അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞ 10 ലക്ഷത്തി ചില്ലാനം ഹദീസുകൾ അത് മറ്റു ഭാഗത്തും വകഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഇത് തമ്മിൽ വെച്ച് കമ്പയർ ചെയ്ത് സന്ദർഭങ്ങൾ നോക്കി മാനകൾ മനസ്സിലാക്കി വിശദീകരണങ്ങൾ മനസ്സിലാക്കി വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളും തത്വങ്ങളും ഒന്നുകൂടെ പിൻഗാമികൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ അത് ക്രോഡീകരിക്കുകയാണ്. അതാണ് പിൽക്കാലത്ത് മദ്ഹബുകളായി രൂപപ്പെട്ടു വരുന്നത്. എല്ലാ പഠനം നടത്തിയ മഹാന്മാരാകുന്ന ഇമാമുമാർ വളരെ സൂക്ഷ്മതയിലാണ് ഓരോ ഹദീസുകളും അവർ പഠിച്ചതും ബൈആത്താക്കി വെച്ചതും കിതാബുകളിൽ എഴുതി വെച്ചത്. ആ ഹദീസ് പറഞ്ഞു തരുന്ന വ്യക്തികളെ കുറിച്ച് പഠിച്ചു. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു കറാഹത്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അയാൾ തരുന്ന ഹദീസ് മാറ്റിവെക്കുകയാണ്. കിലോമീറ്ററുകളല്ല, മൈലുകൾ നടന്നു ഒരു ഹദീസ് ഒരാളിൽ ഉണ്ട് എന്ന വാർത്ത കേട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പൊന്ത കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ടോ ആടിനെ പിടിക്കുകയാണ്. കയറൂരിപ്പോയ ആട്, ആ ആട് വരാൻ വേണ്ടി പൊന്ത അങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആട് ഈ പൊന്ത കടിക്കാൻ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കി കടിക്കാൻ ഒരുങ്ങുമ്പോൾ ആടിനെ പിടിച്ച് കൂട്ടിലേക്ക് ഇടുക. അപ്പൊ ഈ കാണിച്ചു കൊടുത്തത് ആട് വരാൻ വേണ്ടിയാണ്, ആളോടല്ല ആടിനോടാണ്. തൽക്കാലം അയാളിൽ നിന്ന് ഹദീസ് വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോകുന്നു. ഇത് ആളെ പറ്റിച്ചതല്ല, സാധാരണ എല്ലാവരും ചെയ്യാറുള്ള ഒരു ഹിക്കുമത്താണ്. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത കുറവാണെന്ന് മനസ്സിലാക്കി. ആ തരം ഇമാമുമാർ അവർ ശരിക്കും അവർക്ക് ബോധ്യപ്പെട്ട ഹദീസുകൾ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി മനസ്സിലാക്കി വളരെ കർശനമായി സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തി വെച്ചത്. ഒരു ഹദീസിൽ കാണുന്നതിന് ബാഹ്യമായി വിരുദ്ധമെന്ന് തോന്നുന്നത് മറ്റൊരു ഹദീസിലുണ്ടാവും. രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സന്ദർഭം പഠിച്ച് അതിനെ വിശദീകരിക്കുകയാണ്.
അങ്ങനെയാണ് മസ്അലകൾ, നിസ്കാരത്തിന്റെ ഫർളും സുന്നത്തും അടക്കം. റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി, വജ്ജഹത്തു ഓതി, അഊദും ബിസ്മിൻ ചൊല്ലി, ഫാത്തിഹ സൂറത്ത് ഓതി, പിന്നീട് സൂറത്ത് ചൊല്ലി, പിന്നീട് റുക്കൂലേക്ക് പോയി ദിക്ർ ചൊല്ലി എഴുന്നേറ്റുന്നു, സമീഅല്ലാഹു അലൈഹി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അസ്സലാമു അലൈക്കും സലാം വീട്ടി. ഇതാണ് ഹദീസിലുള്ളതെങ്കിൽ ഇതെല്ലാം നിർബന്ധമുള്ളതല്ല. ഇത് ചിലത് സുന്നത്താണ്, ചിലത് ഫർളാണ്, ചിലത് ഷർത്താണ്, ചിലത് അദ്വാറു സുന്നത്ത്, ചിലത് ഹൈആത്ത് സുന്നത്ത്. അനിവാര്യമായി ചെയ്യേണ്ടത്, ഐച്ഛികമായി ചെയ്യേണ്ടത്. ഇതെല്ലാം കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഡീപ്പായി ആഴത്തിലേക്ക് ഇറങ്ങി വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അത് നന്നായി പഠിച്ചവരും ജീവിതം തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ചു വരും. പഠിക്കുക മാത്രമല്ല, ആ പഠിച്ചത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ആളുകൾ, അവരാണ് മഹാന്മാരായ ഇമാമുമാർ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഞാൻ പറഞ്ഞു 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ മഹാൻ, 10ാമത്തെ വയസ്സിൽ മുവത്ത മനപ്പാടമാക്കിയ മഹാൻ, 12ാമത്തെ വയസ്സിൽ ഔദ്യോഗികമായി മുഫ്തി എന്ന സ്ഥാനം ലഭിച്ച മഹാൻ, തന്റെ ജീവിതത്തിൽ ദർസ് ഓതാൻ തുടങ്ങിയ കാലം മുതൽ തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിക്കാത്ത മഹാൻ. നോക്ക് നിങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ റയർ, അവർ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ വെരി വെരി റയർ. ഇങ്ങനെയാണ് അന്തരം. ആ രീതിയിൽ തന്നെ ജീവിച്ചത് കൊണ്ട് മഹാന്മാർക്ക് നിറഞ്ഞ കറാമത്തുകൾ. പഠിച്ച ഇൽമിന് പുറമെ അല്ല കൊടുക്കുന്ന ലദുനിയായ ഇൽമ്. മൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമ അല്ലാഹു മാ ലം യഅലം. ദീനിന്റെ അറിവ് ഒരാൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു അദൃശ്യമായി കൊടുക്കുന്ന അറിവ്, അതാണ് കറാമത്തിന്റെ അറിവ്. അതുകൊണ്ടാണ് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടു എണ്ണ തീർന്നുകൊണ്ട് ആ സമയത്ത് പേന പ്രകാശിക്കുന്നു, കൈവിരൽ പ്രകാശിക്കുന്നു, തൊട്ടടുത്തുള്ള മരം പ്രകാശിക്കുന്നു. വിവിധങ്ങളായ ഇമാമുമാരുടെ അനുഭവങ്ങൾ. അവർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ലദുന്നിയായി ലഭിച്ച ഒരുപാട് അറിവുകൾ അവർ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വാള് കേൾക്കാൻ 10,000 ഒരുമിച്ച് കൂടുന്നു. ആ വാള് കേട്ടാൽ പരിവർത്തനമാണ്. കാരണം നാവിൻ തുമ്പിൽ നിന്ന് ചെവിയുടെ പോളയിലേക്കല്ല അവരുടെ അറിവുകൾ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ പ്രകടമാവുകയാണ്. ചുരുക്കത്തിൽ കറാമത്തും അതേപോലെ തന്നെ ഇൽമും ഇബാദത്തും സൂക്ഷ്മതയും ഒരുമിച്ച് കൂട്ടിയ മഹാരഥന്മാരാകുന്ന ഇമാമിങ്ങൾ, അവരാണ് മുൻകാലത്ത് കഴിഞ്ഞു പോയവർ. ആ കൂട്ടത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. ഇമാമിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി, അത്ര ഞങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കി അവരെ പിൻപറ്റി ജീവിച്ച പിൽക്കാല മഹാരഥന്മാർ. ഇന്ന് ഹദീസിന്റെ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി പ്രഗൽഭരായ മുഹദ്ദിസുകൾ, അവര് പോലും ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് മദ്ഹബ് തഖ്ലീദ് ചെയ്തവരാണ്. കാരണം ഞങ്ങൾക്കൊന്നും അവരുടെ അത്തറിവ് കിട്ടിയിട്ടില്ല. ഹദീസ് ക്രോഡീകരിക്കുന്നത് പിൽക്കാലത്താണ്. ക്രോഡീകരിക്കുന്നതിന് മുമ്പ് മഹാന്മാരാകുന്ന ഇമാമുമാർ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ മദ്ഹബിന്റെ ക്രോഡീകരണവും മറ്റുമൊക്കെ നടത്തിയത്. കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കി തന്നത്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ആകെ ജീവിച്ചത് 45 വർഷമാണ്. 45 വർഷം. ഈ 45 കൊല്ലം ജീവിച്ച നബവി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമുമായി, വിജ്ഞാനവുമായി, അറിവുമായി, ഗ്രന്ഥരചനയുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി. അതുകൊണ്ട് തന്നെ താൻ വഫാത്തായപ്പോൾ, വഫാത്തായതിനു ശേഷം മയ്യിത്ത് കുളിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ചൂടാക്കാൻ കത്തിച്ചിരുന്ന വിറക്, ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേന, ആധുനിക ബാൾപെന്നുകൾ അന്നില്ല, പാർക്കർ പേനകൾ രംഗത്ത് വന്നിട്ടില്ല. പിന്നെയോ മുള ചെത്തി മിനുസപ്പെടുത്തി കൂർപ്പിച്ചതിന് ശേഷം മഷിക്കുപ്പിയിൽ കുത്തിയിട്ട് അതുകൊണ്ട് എഴുതുകയാണ്.
അത് തീരുമ്പോൾ വീണ്ടും കുത്തുന്നു, വീണ്ടും എഴുതുന്നു. ഇന്ന് ഏകദേശം നമ്മളൊക്കെ പിഞ്ഞാണം എഴുതുന്ന ശൈലിയിൽ അങ്ങനെ ആ മുള എഴുതി 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 തഴഞ്ഞു വരുമ്പോൾ ഇനി പിടുത്തം കിട്ടാതെ അത്രയും ചെറുതാകുമ്പോൾ അത് വലിച്ചെറിയുന്നു, അടുത്ത മുളം പോലെടുക്കുന്നു. അതും ഉപയോഗിച്ചിങ്ങനെ വലിപ്പം കുറയുമ്പോൾ അതെറിയുന്നു, അടുത്തതെടുക്കുന്നു. അങ്ങനെ കിതാബ് എഴുതി തീർത്ത ഈ പേനയുടെ മുളംകുറ്റി കത്തിച്ചുകൊണ്ടാണ് വെള്ളം ചൂടാക്കിയത്. എത്രയാണ് അവർ ഗ്രന്ഥരചന നടത്തിയത്. അതുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ജനിച്ച ബർത്ത്ഡേ അല്ലെങ്കിൽ ജനിച്ച ആ ദിവസം മുതൽ വഫാത്താകുന്ന ദിവസം വരെ 45 കൊല്ലത്തിന് കാൽക്കുലേറ്റ് ചെയ്തു. ഒരു കൊല്ലത്തിൽ 364 ദിവസം. അങ്ങനെ 45 കൊണ്ട് ഹരിച്ചു, 45 കൊണ്ട് പെരുക്കി. അങ്ങനെ കിട്ടുന്ന ദിവസത്തെ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ കിതാബിന്റെ പേജുകളെ കൊണ്ട് കമ്പയർ ചെയ്തു. നോക്കുമ്പോൾ ഒരു ദിവസത്തിന് 2 പേജ് കണ്ട് ഇമാം നബവി റഹ്മത്തുള്ള കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണ്, ജനിച്ച ദിവസം നോക്കുന്നു, വഫാത്തായ ദിവസം നോക്കുന്നു, എന്നിട്ട് മൊത്തം പ്രായപൂർത്തിയുടെ മുമ്പടക്കമുള്ള ദിവസങ്ങൾ എടുക്കുന്നു. മൊത്തം എഴുതിയ കിതാബുകൾ, ആ കിതാബിന്റെ പേജിന്റെ എണ്ണങ്ങൾ. എന്നിട്ടോ ഒരു ദിവസത്തിന് 2 പേജ് കണ്ട് കിതാബുകൾ. അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് നബവി ഇമാമിന്റെ മാത്രം കഥയല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 270 കിതാബിന്റെ ഉടമയാണ്. അതും ഓരോ കിതാബുകളും വാള്യങ്ങളാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ്. ഒരു ദിവസം ഒരു ഖത്തം ഖുർആൻ തീർക്കുകയാണ്. റമദാൻ 2 ഖത്തം തീർക്കുകയാണ്. ഒരു മാസത്തിൽ 60 ഖത്തം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അവരുടെയൊക്കെ പദവികൾ. അള്ളാഹുവിന്റെ ബറക്കത്തോടെ നമ്മൾ നന്നാക്കി തീരുമാറാവട്ടെ. ആ രീതിയിൽ കറാമത്തുകൾ കാണിച്ച ആ ലദുന്നിയായ ഇൽമുള്ള ആയത്തും ഹദീസും മനഃപ്പാഠമാക്കി വെച്ച മഹാരഥന്മാരായ ആളുകൾ അവരാണ് ഇമാം ഷാഫി തങ്ങൾ, അവരാണ് ഇമാം മാലിക് തങ്ങൾ, അവരാണ് അബൂ ഹനീഫത്തുൽ കൂഫി, അവരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും. ആ തരം ആളുകൾ എന്തെങ്കിലും മതത്തിന് നിയമമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അതനുസരിച്ച് മസാലകളൊക്കെ തന്നെ മനസ്സിലാക്കലും പറയലും അതാണ് സത്യത്തിൽ വിനയമുള്ള അഹങ്കാരമില്ലാത്ത മുഅ്മിനീകളുടെ ലക്ഷണം. നൂറ്റാണ്ടുകളായി ചെയ്തു വന്നതും അങ്ങനെ തന്നെയാണ്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിധി വ്യക്തമായി അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളെ അംഗീകരിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരായത്ത് ഓതിയാൽ അതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് പോലും വ്യക്തമായി സംശയം ചോദിച്ചാൽ പറയാൻ കഴിയാത്തവരാണ് നമ്മൾ, അല്ലേ? അലിഫ് ലാം മീം റാ എന്ന് എഴുതി കണ്ടാൽ അവിടെ അലമുറ എന്ന് വായിച്ചാൽ എന്ത് കുഴപ്പം? മറുപടി നമ്മളെ കയ്യിൽ ഉണ്ടാകൂല. ഇലമുറി എന്നോ ഉലമുറു എന്നോ വായിച്ചുകൂടെ? ഇല്ല, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ, ഇങ്ങനെ പറ്റൂ എന്നാണ് തത്വം. ഈ പാരായണം അതിന് നമുക്ക് ബന്ധങ്ങൾ വേണം, പഠിപ്പിക്കാൻ ആളുകൾ വേണം. മഹാന്മാരാകുന്ന ഇമാമികൾ ഞാൻ പറഞ്ഞല്ലോ, ബുഖാരി ഇമാം അടക്കമുള്ള ഇന്ന് പലരും തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ മുഴുവനും ഞങ്ങളൊക്കെ വിവരം കുറഞ്ഞവരാണെന്ന് പറഞ്ഞ് മഹാന്മാരെ തഖ്ലീദ് ചെയ്തവരാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു ദിവസത്തിന് 2 പേജ് കണ്ട് കിതാബ് എഴുതിയ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്ത ആളാണ്. അതുകൊണ്ട് പുത്തനാശയക്കാർ പോലും നബവി ഇമാമിനെ കുറിച്ച് പറയാറുള്ളത് എന്താ? 2ാം ഷാഫി എന്നാണ്. അഥവാ ശാഫിഈ ഇമാമിന്റെ മദ്ഹബിൽ തന്നെയുള്ള മറ്റൊരു ഇമാമാണ്. നമ്മൾ ചെറിയ പി എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്നത് 2ാം ഷാഫി എന്നാണ്. ഷാഫിഈ മദ്ഹബിന്റെ ഉള്ളിലെ പണ്ഡിതരാണ്. ശേഷം വന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ അതൊന്നുകൂടെ എഡിറ്റ് ചെയ്ത് പഴയ ഭാഷയിൽ പറഞ്ഞാൽ ബട്ടർണിയാക്കി തന്നതാണ്, വിശദമാക്കി തന്നതാണ്. ശേഷം വന്ന ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമുമാർ റളിയല്ലാഹു അൻഹും അതൊന്നുകൂടെ നമുക്ക് ലഘുവാക്കിയിട്ട് തന്നതാണ്. അപ്പൊ അവരുടേതൊക്കെ റൂട്ട് ഒന്നാണ്. ഏറ്റവും വിവരമുള്ള ആളുകളെ നന്നായി പരിഗണിച്ചു പിൻഗാമികൾ, അതിനെ പരിഗണിച്ചു പിൻഗാമികൾ, അതിനെ പരിഗണിച്ചു പിൻഗാമികൾ, അങ്ങനെ അങ്ങനെ
തലമുറകളായി അവർ ശരിക്കും അംഗീകരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഈ മദ്ഹബ് അംഗീകരിക്കുന്ന, ഇമാമിങ്ങൾ അംഗീകരിക്കുന്ന, ഫുഖാക്കൾ അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്അല വന്നാൽ ഹനഫി മദ്ഹബിൽ അതിന്റെ മസ്അല എന്ത്, ഷാഫി ഇമാം അതിൽ എന്തു പറഞ്ഞു, അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് ഫത്വ കൊടുക്കാം, നമുക്ക് മസ്അലകൾ മനസ്സിലാക്കാം. അത് പിന്നെ തിരുത്തൽ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇപ്പൊ മനുഷ്യ പട്ടി പത്രത്തിൽ വായിക്കുന്ന റിപ്പോർട്ടാണ് അല്ലേ, നോക്ക് നിങ്ങൾ, പട്ടിക്കുഞ്ഞ് ജനിക്കുന്നു, മനുഷ്യന്റെ തലയും പട്ടിയുടെ ഉടലും. ഉദാഹരണം പറയാ, ക്ലോണിംഗ് മനുഷ്യനെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ പോവാണ്. ക്ലോണിങ്ങിലൂടെ മനുഷ്യനുണ്ടാക്കുന്നു, അതിന് ബീജം പോലും ആവശ്യമില്ല എന്ന് കൂട്ടിക്കോ. കോശമെടുത്തുകൊണ്ടാണ് എന്റെ അതേ ഡൂപ്പായി മറ്റൊരാളെ നിർമ്മിക്കുന്നത്. അതിന്റെ പുറമെ വാടകക്കെടുക്കുന്ന ഗർഭപാത്രങ്ങൾ, ബിരിയാണി ചെമ്പല്ല, അത് വാടകക്കെടുത്ത് ബിരിയാണി വെച്ച ചെമ്പ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാറുണ്ട് റെന്റിന്. ഇതങ്ങനെയല്ല, ഗർഭപാത്രം വാടകക്ക. അഥവാ മക്കളില്ലാത്ത ആളുകൾ പെണ്ണുങ്ങളെ വാടകക്കെടുത്ത് മെറ്റീരിയൽസുകളൊക്കെ നിറച്ച് 9 മാസം കഴിയുമ്പോൾ പ്രസവിച്ച് ആവശ്യമുള്ള റെന്റും വാങ്ങി പെണ്ണ് തിരിച്ചു പോവാണ്, കുട്ടിയാക്കും കിട്ടുകയാണ്. വാടകക്കുള്ള ഗർഭപാത്രങ്ങൾ, കിഡ്നികളൊക്കെ വിൽപ്പന നടത്തുന്നു, ചിലതൊക്കെ പോക്കറ്റ് അടിക്കപ്പെടുന്നു, രക്തം മൊത്തത്തിൽ തന്നെ മാറ്റുന്നു, ഗ്രൂപ്പുകൾ പരിശോധിക്കുന്നു. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൽ അതിന്റെ തീരുമാനം എന്ത് എന്ന് ചോദിച്ചാൽ ബുഖാരി നിർത്തിവെച്ചിട്ട് മറുപടി പറയാൻ ഒരു ഖുറൈശിക്കും കഴിയൂല. മുസ്ലിം നിവർത്തി വെച്ചിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. അള്ളാന്റെ ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഇന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയെന്ന് പറയാൻ കെൽപ്പുള്ള പണ്ഡിതർ മുസ്ലിം സമൂഹത്തിൽ ഇന്നില്ല. അതേ സമയത്ത് മഹാന്മാരുടെ കിതാബുകൾ പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരെഴുതി വച്ച കിതാബുകളിൽ ആധുനിക യുഗത്തിലെ മനുഷ്യപ്പട്ടിയെ കുറിച്ച് ചർച്ചയുണ്ട്, സിയാമീസ് ഇരട്ടുകളെ കുറിച്ച് ചർച്ചയുണ്ട്. ആണ് പെണ്ണായി മാറിയാലോ എന്ന് പത്രം വായിച്ചില്ലേ നിങ്ങൾ? പെണ്ണ് ആണായി മാറിയാലോ അങ്ങനെ സംഭവിക്കോ? അങ്ങനെ ഓപ്പറേഷനിലൂടെ സിസേറിയനിലൂടെ മാറിയാൽ ഈ പെണ്ണിന് ആണിന്റെ വിധിയോ അല്ല പെണ്ണിന്റെ വിധിയോ? പ്രശ്നമാണ്. ജമീല എന്ന പേരിട്ടുകൊണ്ടാണ് ആളെയൊക്കെ പോറ്റി വളർത്തിയിരുന്നത്. കല്യാണം കഴിച്ചു കൊടുത്തു, ശേഷം ഒരാഗ്രഹം പുരുഷനായ തിരക്കടില്ല, അങ്ങനെ അവൾ പുരുഷനായി മാറി. ഇപ്പോൾ ജമീൽ എന്ന ഭർത്താവും ജമീല എന്ന ഭാര്യയും രണ്ടും ആണാണ്. ഇനി എന്തു ചെയ്യും? നിക്കാഹ് ഓട്ടോമാറ്റിക്കായി പോയോ? അല്ല, ഇനിയിപ്പോ ഇവന് വേറെ ഇവനായവൾക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്യേണ്ട വിഷയം ഫുഖാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ പറയുന്നത് കറാമത്ത് കൊണ്ട്, ഉൾക്കാഴ്ചകൾ കൊണ്ട്, കാലഘട്ടത്തിന്റെ ഭാവി നോക്കിക്കണ്ട് രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അത്യത്ഭുതകരമായ വല്ലാത്ത മസ്അലകൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഉണ്ടാകുമ്പോ അത് അംഗീകരിക്കലാണ് വിനയമുള്ള ആളുകളുടെ ലക്ഷണം. അതിനാണ് നമ്മൾ തഖ്ലീദ് ചെയ്യാന്ന് പറയുന്നത്. ഇമാമുമാരെ തഖ്ലീദ് ചെയ്ത് അവര് പറഞ്ഞതെന്തോ അതനുസരിച്ചിട്ട് നടക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആയത്തും ഹദീസും ഒക്കെ പലപ്പോഴും തെളിവായിട്ട് ഓതുമ്പോൾ അത് ഓതുന്നത് ഇമാമിയങ്ങൾ അവരുടെ വിഷയങ്ങൾ കോതിവെച്ച ആയത്തുകളും ഹദീസുകളുമാണ് ഒരു പക്ഷേ. അല്ലെങ്കിൽ ആ മസ്അലകളൊന്നും അംഗീകരിക്കാതെ കളത്തിന്റെ പുറത്തുകൂടെ സഞ്ചരിക്കുന്ന പുത്തനാശയക്കാർ, അവരോടിപ്പോ നാം നേരിടുമ്പോൾ അവർ അംഗീകരിക്കുന്ന തെളിവ് വെച്ചുകൊണ്ട് തന്നെ നേരിടണം. ഉഷ്ണത്തിനുഷ്ണം ശാന്തി, ഈ തത്വപ്രകാരമാണ് സത്യത്തിൽ അവർക്ക് വേണ്ടി നാം ആയത്തും ഹദീസും ഓതുന്നത്. മുഖല്ലിദീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ഇമാമിങ്ങൾ തീരുമാനം പറഞ്ഞാൽ അതാണ് തീരുമാനം. അതാണ് ഇമാം നബി റഹ്മത്തുള്ളാഹിയുടെ റൂട്ട്, അതാ ബുഖാരി ഇമാമിന്റെ റൂട്ട്, അതാ മുസ്ലിം ഇമാമിന്റെ റൂട്ട്, അതാണ് മുൻകാല മുഹദ്ദിസുകളുടെയും ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും. മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഡൽഹിയിലെ സുൽത്താൻ നിസാമുദ്ദീൻ ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖുത്ബുദ്ദീൻ ബഖ്തിയാർ ഖാത്തിബ് ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇബ്രാഹിം ബാദ്ഷാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖുതുബുസ്സമാൻ മൗലദ് ദബീല മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഉളിയങ്കോട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സൈനുദ്ദീൻ മഖ്തൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ വന്ന മുഴുവൻ മഹാരഥന്മാരും ഇവരൊന്നും ഇസ്ലാമിന്റെ മേഖലക്ക് പുറത്താണ് എന്ന് പറയാൻ
ധൈര്യമുള്ളവർ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരായിരുന്നാലും ഇവരെല്ലാവരും ഈ ചട്ടക്കൂട് അംഗീകരിച്ചവരാണ്. ഈ മദ്ഹബിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചർച്ച നടത്തിയവരാണ്. അതാണ് മുസ്ലിങ്ങളുടെ പാരമ്പര്യം. ആ ചട്ടക്കൂട് അംഗീകരിക്കണമെങ്കിൽ പക്ഷേ വിനയം വേണം, അഹങ്കാരം ഇല്ലാതിരിക്കണം. ഞാൻ ആദ്യ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, എനിക്കത് ബാധകാണോ എന്ന് ചോദിച്ച ആ മൈൻഡ്, ആ ഒരു തിയറി ഉള്ള ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പിൽക്കാലത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അവരെ മദ്ഹബ് അംഗീകരിക്കൊന്നും വേണ്ട, അവർ ഖുർആനും ഹദീസും നോക്കിയല്ലേ തീരുമാനം പറഞ്ഞത്, എങ്കിൽ നമുക്കും ഖുർആനും ഹദീസും അങ്ങോട്ട് നോക്കിക്കളയാം, എന്നിട്ട് നമുക്കും തീരുമാനം പറയാം. അങ്ങനെ രംഗത്ത് വന്നവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗും ഖാദിയാനിയും ചേകനൂരും ഇരുമ്പുഴിയും തുടക്കമുള്ള എല്ലാ വിഭാഗവും. വാളെടുക്കുന്നവർക്കൊക്കെ വെളിച്ചപ്പാട് എന്ന രീതിയിൽ കയ്യിൽ കിട്ടിയ ഹദീസുകൾ വെച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണേ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് മാത്രം 10 ലക്ഷം ഹദീസ് കേട് കഴിച്ച് മനപ്പാടാക്കിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ തർക്കമില്ലാത്ത വിഷയം അല്ലേ. അബൂ ഹനീഫത്തുൽ കൂഫി അതോ അതിലേറെയോ മനപ്പാടമാക്കിയിട്ടുണ്ടെന്ന് ചരിത്രം. എത്ര? 10 ലക്ഷം ഹദീസ്. ഇന്ന് ജാമിയ മർകസ് സക്കാവത്തുൽ സുന്നയിലെ കുത്തുബ്ഖാന, അതുപോലെ തന്നെ മഅൽ സക്കാവത്തുൽ ഇസ്ലാമിയയിലെ കുത്തുബ്ഖാന, പട്ടിക്കാട് ജാമിയ നൂരിയയിലെ കുത്തുബ്ഖാന, ഇനി ദാറുൽ ഹുദയിലെ കുത്തുബ്ഖാന, എടവണ്ണ ജാമിയ നബിവിയയിലെ ലൈബ്രറി, ശാന്തപുരത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിലെ ലൈബ്രറി, അതുപോലെ ദയ്യൂബന്ദ് ദാറുൽ ഉലൂമിലെ തബ്ലീഗുകാരുടെ ലൈബ്രറി, ഇങ്ങനെ പഞ്ചാബിലെ ഖാദിയാനികളുടെ ലൈബ്രറി ഒക്കെ എടുത്തു നോക്കിക്കോ നിങ്ങൾ. എല്ലാം കൂടെ എടുത്ത് നെറ്റിലും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഇനി എവിടേക്ക് സംവിധാനമുണ്ടോ മുഴുവനും എടുത്ത് അരിച്ച് പെറുക്കി നാം നോക്കിയാൽ 1,00,000 ഹദീസ് തികയില്ല. 1,00,000 ഹദീസ് ഇന്ന് നിലവിൽ കിട്ടാൻ ഇല്ല. അതേ സമയത്ത് ഒരൊറ്റ ഇമാമ് മാത്രം മനപ്പാടമാക്കി വെച്ചത് 10 ലക്ഷം ഹദീസ്. ഇനി സാമാന്യ ബുദ്ധി കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദർജയ്ക്കൊന്നും ഉയരണ്ട, അബ്ദുൽ കലാമിന്റെ ഒടുക്കും എത്തണ്ട, നാടൻ ചോറും മത്തിയുടെ കറിയും മത്തന്റെ ഇല കൂട്ടാനും കൂട്ടുന്ന ആ ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. 10 ലക്ഷം ഹദീസ് സനദ് സഹിതം മനപ്പാടമുള്ള ഒരു ഇമാം ഒരു വിഷയം പറയുമ്പോൾ ആകെപ്പാട് അരിച്ചു പറക്കിയാൽ കിട്ടുന്ന 1,00,000 ഹദീസ്, അത് തന്നെ മര്യാദയ്ക്ക് ഫുള്ള് കിട്ടാനില്ലാതെ എങ്ങനെ വായിക്കണമെന്ന് പോലും അറിയാത്ത ഒരു മൗലവി, ഉദാഹരണം അത് ഞാനായിക്കോട്ടെ ആരാണെങ്കിലും ഒരാൾ, ഒരു മുസ്ലിയാർ, അയാളൊരു തീരുമാനം പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ആളുടെ തീരുമാനത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? അല്ല, ഈ പറഞ്ഞ ഇപ്പോൾ ലഭ്യമായ പരിമിതമായ ഹദീസുകൾ മാത്രം വെച്ചുകൊണ്ടൊരു തീരുമാനം പറയുന്ന ആൾക്കും ആരും പറയും. തൊട്ടടുത്ത് ഹോൾസെയിൽ കട ഉണ്ടാകുമ്പോ ബസ് കയറിപ്പോയിട്ട് പെട്ടിക്കടയിൽ സാധനം വാങ്ങണ ബുദ്ധിയല്ല, അല്ലേ? ഉറപ്പല്ല. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാമിമാരാണ്. ഈ ഇമാമിമാർ അംഗീകരിച്ചാൽ അൽഹംദുലില്ലാഹ് എല്ലാറ്റിനും പരിഹാരമാണ്. അതേസമയത്ത് ലഭ്യമായ ഈ ചുരുങ്ങിയ 1000-ഓ 10,000-ഓ മാത്രം ഹദീസ് വെച്ച്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ 100-ഓ 200-ഓ മാത്രം ഹദീസ് വെച്ച് ഇതാണ് ദീന് എന്ന് പറഞ്ഞ് ഈ ലക്ഷക്കണക്കിന് ഹദീസ് പരപ്പാടമാക്കിയ ആളുകൾ മനസ്സിലാക്കിയതൊക്കെ തെറ്റാണ്, അത് ഖുറാഫാത്താണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ അത് പെറ്റുപോറ്റിയ മകൻ, ആ മകൻ അടക്കം താമസിക്കുന്ന വീട്, പേരിൽ ഉള്ള ഉമ്മ, ഈ ഉമ്മയുടെ ഭർത്താവായ ഈ സ്വത്തനവകാശി ഉപ്പ, ഈ ഉപ്പയെയും ഉമ്മയെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഇന്നലെ കയറി വന്ന മരുമകൾക്ക് തുല്യ. ഈ മരുമകളെ പേരിൽ 5 സെന്റ് ഭൂമി പോലും ഇല്ല, ഈ മകനെ പെറ്റുകയറ്റിയതുമില്ല. പക്ഷെ തൽക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണോ എന്ന് ഒരു കെട്ടിക്കൊണ്ടുവന്ന മരുമകൾ ഉപ്പയോടും ഉമ്മയോടും അമ്മായിമ്മയോടും ഉമ്മോശനോടും ആവശ്യപ്പെടുകയാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഈ വീട്ടിൽ നിങ്ങൾ ഇറങ്ങണോ? ഇത് എത്രത്തോളം ബുദ്ധിശൂന്യമാകും, എത്രത്തോളം സാമൂഹ്യ വിരുദ്ധമാകും, എത്രത്തോളം മാനവികതക്ക് നിരക്കാത്തതാകും. ഇതിനേക്കാളപ്പുറമാണ് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച പകർത്തിയ
മഹാന്മാരായ ഇമാമിങ്ങളെ തള്ളി കയ്യിൽ കെട്ടി ഒന്നോ രണ്ടോ ഹദീസ് കൊണ്ട് മാത്രം വിധി പറയുന്നത്. എന്നാൽ ആധുനിക യുഗത്തിൽ ഇന്നലെ മിനിയാന്ന് ചർച്ച ചെയ്തതുപോലെ സുന്നികളും നോൺ സുന്നികളും തമ്മിൽ വേർതിരിയുന്ന പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ആണ് ഈ കാണുന്നത്. ഉദാഹരണം പറയാം, ജമാഅത്ത് ഇസ്ലാമി 1941 രൂപീകരിച്ചപ്പോ അതിന്റെ ഉപജ്ഞാതാവായ സയ്യിദ് അബുല്ലാല മൗദൂദി അയാൾ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നത് കൂടുതലൊന്നും മതപരമായിട്ട് പഠിക്കാൻ അയാൾക്ക് ചാൻസ് ഉണ്ടായിട്ടില്ല എന്ന് അയാളുടെ ആത്മകഥയിൽ തന്നെ പറയാൻ. കാരണം ചെറുപ്പത്തിലെ ബാപ്പ മരിക്കുകയും പിന്നെ പത്ര വ്യാപാരത്തിലേക്ക് ഇറങ്ങുകയും പിന്നെ ലേഖകനായിട്ട് മാറുകയും റിയാസ് ഫത്തേപൂരിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ ഉയർന്നു വന്ന ഒരു ചിന്തകനും എഴുത്തുകാരനുമാണ് മൗദൂദി. അദ്ദേഹം തുറന്നൊരു കാര്യം പറയുന്നത് റൂദാദെ ജമാഅത്ത് ഇസ്ലാമി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ റിപ്പോർട്ടാണ്. അതിന്റെ 1ാമത്തെ വാള്യം. ആ വാള്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ പോവാൻ, കേട്ടോളൂ, ഞാൻ വായിക്കുന്നു. ആഖിർ മേ ഏക് ബാത് കി തൗസീഖ് കർ ദേനാ ചാഹതാ ഹൂം. അവസാനമായി ഒരു വിവരം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫിഖ് और कलाम पे मसाइल में मेरा एक खास मसलक है. ഫിഖിലും ഇൽമുൽ കലാമിലും അഥവാ വിശ്വാസത്തിലും കർമ്മത്തിലും, അത് രണ്ടുള്ള ഈമാൻ ഇസ്ലാമും, വിശ്വാസത്തിലും കർമ്മത്തിലും എനിക്കൊരു പ്രത്യേക റൂട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ചു വന്ന റൂട്ടല്ല, അത് ഇമാമിങ്ങളെ റൂട്ടല്ല. അത് ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഏക്ക് നവ മുസൽമാൻ ഹൂം, ഞാനൊരു പുതുവിശ്വാസിയാണ് എന്നാണ് ഇന്നലെ മലയാളത്തിൽ പ്രസംഗം കേൾപ്പിച്ചു, ഉറുദുവിൽ ഉദ്ധരണി ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്ന് ഏതാ പറയുന്നത്? എനിക്കൊരു പ്രത്യേകമായ റൂട്ടുണ്ട് എന്നാണ്. അതെവിടെ നിന്ന് കിട്ടിയതാണ്? പിതാവിൽ നിന്ന് കിട്ടിയതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ തങ്ങളായതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാം. മൗദൂദി തങ്ങളാണ്, അതുകൊണ്ട് വാപ്പ തങ്ങളായതുകൊണ്ട് പാരമ്പര്യമായി കിട്ടിയെന്ന് പറയാന്ന് കൂട്ടിക്കോ. മറ്റൊന്ന് ഉസ്താദിൽ നിന്നാണോ? അല്ല. അങ്ങനെയല്ലേ ഗുരുത്വം അംഗീകരിക്കാം. പിന്നെ എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം തന്നെ പറയട്ടെ, മേനെ അപ്നി ദാത്തി തഹ്ഖീഖ് കി ബിനാ പർ ഇഖ്തിയാർ കിയാ ഹൈ. ഞാൻ എന്റെ സ്വയം പ്രയത്നം പരമായി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് കിണർ നമുക്ക് സ്വയം കുഴിക്കാം, വെള്ളം കണ്ടാ കുടിക്കുകയും ചെയ്യാം, അല്ലേ? ചെടി സ്വന്തം കുഴിച്ചിടാം, മാങ്ങ ഉണ്ടായാൽ തിന്നുകയും ചെയ്യാം. അതേസമയത്ത് ഇസ്ലാമിന്റെ വസ്തുതകളും അതിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വയം നിർമ്മിക്കാൻ അവകാശം ഇല്ല. അല്യോമാക്കുമൽത്തുലക്കും വീരക്കും അതന്ന് പൂർത്തിയാക്കിയതാണ്. നമ്മളെ വകതിലേക്കൊന്നും കടത്തിക്കൂട്ടാൻ പറ്റില്ല. ഓ പിछली 8 साल के दौरान में जो अस्हाबे तर्जुमान ഖുർആൻ का मुताला करते हैं वो उसको जानते हैं. ഈ കഴിഞ്ഞ 8 കൊല്ലമായി തർജുമാൻ ഖുർആനിലൂടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ അത് മുടങ്ങാതെ വായിച്ച ആളുകൾക്ക് ഇതറിയാം, എന്റെ പ്രത്യേകമായ റൂട്ട്. അങ്ങനെയാണ് ഒരു പുതിയ മതം മൗദൂദി സാഹിബ് അത് സത്യത്തിൽ പടുത്തുണ്ടാക്കിയത്. ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, മുജാഹിദും അങ്ങനെ തന്നെയാണ്. ഇത്രത്തോളം ഞാൻ മഹത്വങ്ങളൊക്കെ പറഞ്ഞ ഷാഫി ഇമാമ് മൂപ്പരടക്കം അംഗീകരിക്കാനൊന്നും പറ്റൂല എന്നാണ്. ഷാഫി ഇമാമിനൊക്കെ തെറ്റുപറ്റുന്നുണ്ട് എന്ന് തുറന്ന ഭാഷയിൽ തന്നെ പറയുന്നത് ഇപ്പൊ ഞാൻ വായിച്ചു കേട്ടത് വരമൊഴിയാണ്. ഇനിയൊരു വാമൊഴി കേട്ടോളൂ നിങ്ങൾ. ഇമാം ഷാഫി തങ്ങൾക്കടക്കം തെറ്റുപറ്റിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയല്ല. എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയ തെറ്റാണ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ. അവിടെ ഷാഫി മനസ്സിലാക്കിയ തെറ്റാണ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ. അവിടെ സ്പർശിച്ചാൽ എന്നല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ്. കടപ്പുറത്തേക്ക് അപ്പം മണൽ കയറ്റിട നോക്കണങ്ങൾ. ഇത് എന്നതിന് ഇമാം ഷാഫി വെച്ച അർത്ഥം സ്പർശിച്ചാൽ. അങ്ങനെ സ്പർശിച്ചാൽ എന്നല്ല, അത് ഇമാം ഷാഫി മനസ്സിലാക്കിയ അർത്ഥം തെറ്റാ. അത് ഇമാം ഷാഫിക്ക് അറബി തിരിയില്ല. ഈ മനുഷ്യനാണ് അറബി തിരിയ. ചോദിക്കുക നിങ്ങൾ, ഇമാം ഷാഫി എവിടെ കിടക്കുന്നു, ഇയാൾ എവിടെ കിടക്കുന്നു. അല്ല, നിഷ്പക്ഷമായി ഞാൻ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല. നമ്മളെ പരിപാടി ഏതാണ് സത്യമെന്ന ആളുകളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ഇതൊരു ആരോപണമല്ല എന്ന് വരണമെങ്കിൽ അത് കേൾപ്പിക്കണമല്ലോ. എത്ര കൂളായിട്ടാണ് പറഞ്ഞു നോക്കുക. നമ്മളൊക്കെ സ്വന്തം ഉസ്താദാണെങ്കിൽ തന്നെ ഉസ്താദ് മനസ്സിലാക്കിയാൽ അബദ്ധം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു റൂട്ടും ബഹുമാനവും ആദരവൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുക.
അത് അതിന്റെ അർത്ഥപ്പോ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ ചോദിച്ചൊരു ശൈലി ഉണ്ടല്ലോ, ഇത് വളരെ കൂളായി. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ജിബ്രീൽ നേരെ പറഞ്ഞു കൊടുത്ത മാതിരി ഉപരി പറയുന്നത്. ഇമാം ഷാഫി മനസ്സിലാക്കിയ തെറ്റാ. ഇതാ ഞാൻ പറഞ്ഞത്, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കണം അങ്ങനെ പറയണെങ്കിൽ. ഇതുകൊണ്ട് വിനയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫി ആരാന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കുക. ആരാ ചിന്തിക്കുക? വയസ്സെത്ര ജീവിച്ചു, കിതാബ് എത്ര ഉണ്ടാക്കി, ശിഷ്യന്മാരെത്ര വാർത്തെടുത്തു, ഇബാദത്ത് എങ്ങനെയെന്നു, ലോക ചരിത്രം ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് എന്ത് രേഖപ്പെടുത്തി വെച്ചു. ഇമാം ഷാഫിക്ക് നഹ്വ് അറിയോ, ഫിഖ് അറിയോ, അതുപോലെ തന്നെ മറ്റു മന്തിക്കറിയോ, മഅനി അറിയോ, അതുപോലെ സർഫ് അറിയോ, ഗ്രാമർ അറിയോ, നിയമങ്ങൾ അറിയോ, ഉസൂലുണ്ടോ, സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ടോ, മറ്റുള്ള ഉസൂലിലൂടെ പോയതാണോ, നമ്മൾക്കും നാസിഖ് അറിയോ, മൻസൂഖ് അറിയോ, മുത്തലഖ് അറിയോ, മുത്തലഖ് പിന്നെ മുഖയ്യദ് അറിയോ. ഇതൊക്കെ ഒരു ഒച്ചയാണ് ചില ആൾക്കാർക്ക്. എന്നാൽ ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായി നിയമങ്ങൾ ഉണ്ടാക്കുകയും ചാനൽ പഠിപ്പിക്കുകയും ചെയ്ത മഹാരഥന്മാരായ ഇമാമുമാർ റളിയല്ലാഹു അൻഹും അവരെ ഒരു ഭാഗത്തേക്ക് പുറംകാല് കൊണ്ട് തട്ടി മാറ്റുക. എന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞതാണ് ശരി, ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല. ഇത് അംഗീകരിക്കാൻ പരലോകം വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കഴിയോ? 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ഒരു മനുഷ്യന് തെറ്റുപറ്റി, ഇയാൾക്ക് 1 ലക്ഷം പോയിട്ട് 10 ഹദീസ് സനദ് സഹിതം കാണാപ്പാടം പറയാൻ കിട്ടുമോ? ഇയാൾക്കെന്താ എനിക്ക് കിട്ടൂല. ഞാൻ പറയാം, ഇനിയിപ്പോ അയാളെ മോശമാക്കിയതിനെ കിട്ടൂല. 10 ഹദീസ് അത് സനദ് സഹിതം അങ്ങനെ എനിക്ക് ഹദീസ് പഠിപ്പിച്ചു ബഹുമാനപ്പെടുന്ന നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലെങ്കിൽ അണ്ടോൺ ഉസ്താദ്, അല്ലാഹു ദർജ കൊടുക്കുമാറാകട്ടെ, അവർക്ക് ഹദീസ് പഠിപ്പിച്ചു യാസുൽ ഫാദാൻ, ഉദാഹരണം പറയാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഉസ്താദ് ഇങ്ങനെ എണ്ണിയിട്ട് എന്റെ 44ാമത്തെ ഗുരുവായി റസൂലുള്ളാഹി തങ്ങൾ വരിക, അല്ലെങ്കിൽ 43ാമത്തെ ഗുരുവായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരിക. ഞാൻ കാണാതെ ഹദീസും സനദും അടക്കം പറയാൻ ഈ രീതിയിൽ ഒരു 10 പോയിട്ട് ഒരു 100 ഹദീസ് എന്തായാലും കിട്ടില്ലല്ലോ. ഇവിടെ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഷാഫി ഇമാം, ആ ഷാഫി ഇമാമിന് തെറ്റ് പറ്റിയത് വളരെ കൂളായി. മൂപ്പരോ നമ്മൾ സാധാരണഗതിയിൽ ഉമ്മമാർക്കൊക്കെ ഒരു പറച്ചിൽ, നമ്മളെ ഈ കിഴക്കൻ ഏറനാട്ടിൻ ഭാഗത്തിലൂടെ കണ്ട അവിടെ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ, ഏത് ഒരു വിശദീകരണം, ഒരു സംഭവം വന്നത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഇന്ന് സുന്നി പ്രവർത്തകന്മാർക്കെതിരെ അക്രമം നടന്നിട്ടുണ്ട്. എവിടെ? കണ്ണൂർ തളിപ്പറമ്പില്. അത് കുറെ ആളുകൾക്ക് വലിയ ഗുരുതരമായ പരിക്കാണ്. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ. എന്റെ നാട്ടിൽ ഇപ്പൊ ഞാൻ പുറപ്പെട്ടതിന് ശേഷം ഒരു പ്രവർത്തകന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അയാൾ നമ്മളെ പഴയകാല പ്രവർത്തകനാണ്, ഇപ്പൊ പെട്ടെന്ന് അസുഖമായിട്ട് മരണപ്പെട്ടതാണെന്ന ഫോണാണ് എന്റെ ഇടയിൽ വന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ അനുഭവിച്ച ആളുകൾ വന്ന് പറയുമ്പം ഇയുമുണ്ടല്ലേ, ഈ അവിടെ കേട്ട ഞാൻ പറയട്ടെ, അത് ശരിയല്ലല്ലോ. അനുഭവസ്ഥരല്ലേ പറയേണ്ടത്. ഇവിടെ ഇമാം ഷാഫി അടക്കമുള്ള മഹാരഥന്മാരായ ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വായിൽ വരുന്നത് കോതക്ക് പാട്ടു എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾ പറയാനങ്ങോട്ട് തുടങ്ങിയപ്പോഴോ പിന്നെ ലക്കും ലഗാനില്ലാതെ പറയാൻ. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഇന്ന് പറഞ്ഞ് നാളേക്ക് ഓർമ്മല്ല, നാളെ പറഞ്ഞ മറ്റന്നാൾക്ക് ഓർമ്മല്ല. എല്ലാത്തിനും ഒരായത്തൊരീസാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് പറയുന്ന കാലത്ത് ഹദീസിന്റെ ക്രോഡീകരണം പോലും നടന്നിട്ടില്ല. കാരണം ബുഖാരി ഇമാമൊക്കെ പിൻതലമുറക്കാരനാണ്. ആ ഇമാം ഷാഫിക്കായി 10 ലക്ഷം ഹദീസ് നോക്കണം. അവിടെ ചിലപ്പോൾ ജദീദും ഖദീമും ഉണ്ടാവാം. ഇപ്പൊ നിലവിലുള്ള ഹദീസ് പുതിയതിന് കിട്ടാനില്ല, ആയത്ത് പുതിയത് ഇറങ്ങാനുമില്ല. അത് മുമ്പിൽ വെച്ച് റിസർച്ച് ചെയ്യുന്ന മൗലവിമാർ അവരെ തന്നെ എല്ലാവരും ഖുർആനും ഹദീസുമാണ് മുറുക്കി പിടിക്കുന്നത്. പക്ഷെ പറയുന്നതൊക്കെ പാടും. ഇപ്പൊ മുജാഹിദ് ഖുർആനും സുന്നത്തുമാണ് മുറുക്കി പിടിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ആയത്തും ഹദീസാണ് ഓതുന്നത്. തെബലീഗുകാർ അങ്ങനെ തന്നെ പറയുന്നത്. ചേകദൂർ പിന്നെ അതിന്റെ ആളന്നെ അത് നിങ്ങള്. പക്ഷെ എന്നാലും പലരും പലതല്ലേ പറയുന്നത്. ഓരോ വിഭാഗം മുജാഹിദ് ഇങ്ങനെ ആയത്തും ഹദീസ് നോക്കിയപ്പോ സംഗതി മുദ്ദിച്ചിങ്ങനെ വിളിക്കലൊക്കെ ചുരുക്കല്ലേ, പക്ഷെ വോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ജമാഅത്തുകാർ ഇങ്ങനെ ആയത്ത് നോക്കി നോക്കുമ്പോൾ മൊയ്തീകൾ വിളിച്ചത് ചെറുക്കാണ്, വോട്ടേജിലും തെറ്റന്നെയാണ്. ചേകരൂർ വന്നപ്പോ പറഞ്ഞു ജമാഅത്തും ഇസ്ലാമെന്ന് പുറത്താ, മുജാഹിദും പുറത്താ. കാരണം നിങ്ങൾ മൊയ്തീജിനെ വിളിച്ച് ചെറുക്കാന്ന് പറഞ്ഞെങ്കിലും മുഹമ്മദ് നബിനെ വിളിക്കേണ്ടത്. അതെവിടെയാണ്? അത്തയ്യാത്ത് ഓതുമ്പോ അത്തയ്യാത്തുൽ ബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തുല്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂൻ, അത് മരിച്ച മുഹമ്മദ് നബിനെ വിളിക്കലല്ലേ, നിങ്ങളും പുറത്ത് തന്നെയാണ്. ചേകനൂര് പുറത്താക്കി. കാദിയൊക്കെ പാടെ വന്നപ്പോഴാണ് ചേകനൂരും പുറത്താക്കി. അത് നിങ്ങൾ ഈ എല്ലാത്തിനും ഓതിയതാണെങ്കിലോ ആയത്തും ഹദീസും. അപ്പൊ പിന്നെ ഏതിന്റെ പുറകിൽ പോകുമെന്നറിയാതെ ആ രീതിയിൽ നീങ്ങാൻ.
പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ അതും ശരിയാണ്, ഇതും ശരിയാണ്, ആരും പൊറപ്പിക്കണ്ട ആരും. അപ്പം സുന്നിന്റെ പള്ളിയിൽ പോയി നിൽക്കും ചോദിച്ചു, ഇറങ്ങണ ഇറക്കത്തിന് മുജാഹിദ് പള്ളിക്ക് നിങ്ങട്ട് അലൈക്കുസലാം. അപ്പോൾ ആ ബൈക്ക് വന്ന് നിർത്താറെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അലൈക്കുസലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു പീഡിക്കലുമൊക്കെ ചേകനൂര് അല്ലാതെ കൂട്ടി അസ്സലാമു അലൈക്കും അങ്ങോട്ട്. ഇങ്ങനെ എല്ലാരും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മളിപ്പോ ആരും വെറുപ്പിക്കൊന്നും വേണ്ട, ഓൻ പറഞ്ഞു കേൾക്കുക, ഇവൻ പറഞ്ഞു കേൾക്കുക. അങ്ങനെ ആയ എന്താ ഉണ്ടാകാര്യങ്ങള് അല്പാൽപമായി പോയി 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 അവസാനം ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയില്ല, നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ ഒറിജിനൽ ഇസ്ലാം ഒന്ന് പുറത്തുപോയി പോകും. മുമ്പ് ഒരുത്തൻ ഒരു മീൻ കച്ചവടം തുടങ്ങണം എന്ന് തീരുമാനം ഇട്ടുക. അവൻ കച്ചവടം അങ്ങാടിയിൽ ഇങ്ങനെ ഒതുക്കി വെക്കാനുള്ള തീരുമാനമാണ്. അവർ പുതിയ കച്ചവടം തുടങ്ങുക എന്നുള്ളതിലേക്ക് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചാൽ നല്ലതാണല്ലോ എന്ന് തോന്നി. അങ്ങനെ ഇവൻ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് മാറ്റർ ഇങ്ങനെ ആലോചിച്ചപ്പം ഇവനൊരു സുന്നിയായ മനുഷ്യൻ കേടൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു നല്ലൊരു ബോർഡ്. എന്താ? നല്ല ഇനം മത്സ്യം ഇവിടെ വിൽക്കപ്പെടും. കുറച്ച് നീണ്ടതാണ്, തറാവി 20 പറഞ്ഞമാതിരി നീണ്ടതാണ്, എന്നാലും വ്യക്തമായിട്ട് കാര്യം തിരിയും. നല്ല ഇനം മത്സ്യം ഇവിടെ വിൽക്കപ്പെടും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇവൻ ആ ബോർഡ് എഴുതാൻ വേണ്ടി നടന്നു. കുറെ ഇങ്ങനെ ചെന്നപ്പോൾ വയ്ക്കുന്ന അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം നോക്കും വാരാവരും മുജാഹിദ. അപ്പൊ ഓക്കെ ഒത്തിരി എന്തിപ്പോ ചെയ്യാല്ല, ഞാനിവിടെ ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടി ഇങ്ങനെ എന്ത് ഒന്നല്ല ബോർഡ് എഴുതാൻ കൊടുക്കണം. എന്താ ബോർഡ് ഇങ്ങനെ വിഷയം? അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നല്ല ഇനം മത്സ്യം ഇവിടെ വിൽക്കപ്പെടും. അതൊക്കെ നീണ്ടുപോയില്ലേ, അങ്ങനത്തെ നീണ്ട ബോർഡ് വേണ്ട, വിഷയം അറിയില്ല വേണ്ട. അപ്പൊ നല്ല ഇനം എന്ന് വേണ്ട, അതെനിക്ക് ചീന്നതും ചീത്തയും ബുക്കൂലെന്ന് ഉറപ്പില്ല, നല്ല എന്നെ ബുക്കുള്ളൂ. പിന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നല്ല ഇനം എന്ന് വേണ്ട, മത്സ്യം ഇവിടെ വിൽക്കപ്പെടുന്നു മതിയാണ്. എന്നാ പിന്നെ ഓനെ വെറുപ്പിക്കണ്ട, എന്നാ അങ്ങനെ ആയിക്കോട്ടെ അത് പോയി. കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം ജമാഅത്തുകാരനെ കണ്ടു. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. എന്തേ? ഞാനിങ്ങനെ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ എന്താ അതിന്റെ മാറ്റർ ചോദിച്ചു. അപ്പൊ മത്സ്യം ഇവിടെ വിൽക്കപ്പെടും എന്നാണ്. അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മത്സ്യം ഇവിടെ വിൽക്കപ്പെടും. ഇപ്പം മീൻ കൊട്ടിയിട്ട് ഇരിക്കുമ്പോ അവിടെ ഇറച്ചി കച്ചവടം നടക്കൂലെന്ന് ഉറപ്പിഞ്ഞല്ലേ, പിന്നെ മത്സ്യം വിൽക്കപ്പെടാൻ ഇതിന്റെ ആവശ്യമല്ലല്ലോ, ഇവിടെ വിൽക്കപ്പെടുന്നു മതിയാണ്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ വലൈക്കും അസ്സലാം. അവിടുന്ന് പോയി കുറച്ചുകൊണ്ട് എത്തി നോക്കുമ്പോ പിന്നെ ചേകനൂരിനെ കാണുകയാണ്. ഇവനെ കണ്ടിട്ട് എന്തേന്ന് വെച്ചു അങ്ങനെ വന്നതാണ്. അവന്റെ ഇപ്പൊ ബോർഡ് ഇവിടെ വിൽക്കപ്പെടും എന്നാണ്. അല്ല പോയത്തക്കാരാ ഇപ്പൊ തുലാസ് മീനൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ അല്ലാതെ അവിടെ വിൽക്കൂലെന്ന് ഉറപ്പന്നെയല്ലേ, അപ്പൊ വിൽക്കപ്പെടുന്നു മതിയാണ്. അത് കാര്യാലയാണ്. അങ്ങനെ ആയിക്കോട്ടെ. ആഫീസിന്റെ അടുത്ത് എന്ത് നോക്കുമ്പോ ഓനാണെങ്കിൽ ഒന്നും അല്ലാത്ത ജാതിയാ. ഇവങ്ങനെ നിട്ടുവാണ് വിൽക്കപ്പെടും. അത് എന്തിനപ്പത്? ഇപ്പൊ നാട്ടുകാരെ തടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതായിരുന്നാലും സക്കാത്തോട്ട് മീൻ കൊണ്ട് കൊടുക്കൂലെന്ന് ഉറപ്പന്നല്ലേ, വിൽപ്പനൊക്കെ ഉള്ളതാന്ന് കണ്ടാൽ തന്നെ തിരി ബോർഡിന്റെ ആവശ്യമില്ല. എന്നായിക്കോട്ടെ അവരോട് ഫോൺ ചെയ്ത് ആണെങ്കിൽ പോണ സമയത്ത് വലിയൊരു ബോർഡാ. ഓരോരുത്തരെയും തൃപ്തി ഇങ്ങനെ മനസ്സിലാക്കി പറഞ്ഞത് അംഗീകരിച്ച് ലാസ്റ്റ് വന്ന് നോക്കുമ്പോ ഒന്നുമില്ല. ഇങ്ങനെയാണ് ചിലപ്പോൾ അല്പാൽപമായിട്ട് ദീന് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ സക്കരിയ സ്വലാഹി യോജിക്കുന്നുണ്ട്. ഉപരി പറയുന്നുണ്ട് അതിങ്ങനെ ലേശിച്ചേറ്റ് അല്ലാഹു തആലാന്റെ ദീന് മാറ്റം വരുത്തിയിട്ട് അവസാനം അതില്ലാതെയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചതും. കാരണം എന്താണ് സുന്നിസം എന്ന് അറിയണില്ല, എന്താ മുജാഹിദിന് കുഴപ്പമൊന്നും അറിയില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താ പ്രശ്നം തിരിയില്ല, തെബിലിഗുകാർ കുഴപ്പം എന്തായിരുന്നാലും മനസ്സിലാക്കാനും കഴിയൂല. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ആരും വെറുപ്പിക്കാതെ പോയി അവസാനം അള്ളാഹ് വെറുത്തോട് നരകത്തുക്കും പോയി. ഈ കോടത്ത് വരാതിരിക്കാൻ അല്പാൽപമായി ദീനിന്ന് അകലാതിരിക്കാൻ വേണ്ടി ആ പരിപാടി വെച്ചത്. അള്ളാഹ് ആ രൂപത്തിലേക്ക് അതിനെ മാറ്റി തിരുമാറാവട്ടെ. ഇനി നിങ്ങൾ മൗലവിന്റെ പ്രസംഗം കൊണ്ട് കേട്ടോ, അല്പാൽപമായി പോണ കോലം. ഇപ്പൊ ചേകനൂര് നിസ്കാരമില്ലാന്ന് എങ്ങനെ പറഞ്ഞത്? 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികളത് 3 നേരമായി നിസ്കരിച്ചാൽ മതി. 5 വഖത്തുണ്ട്, പക്ഷെ 3 നേരം വഖത്തന്നെ നേരെ. അപ്പൊ മൊത്തത്തിൽ 3 നേരമുള്ളൂ. കേൾക്കുമ്പോ എന്ത് മനസ്സിലാവും? തൊഴിലാളികൾ ആളാട്ടെ ഇയാള്. 5 ഉണ്ടെങ്കിലും നമ്മൾ 3 ആയി നിസ്കരിച്ചാൽ മൊയിലാളിമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മൊയിലായിമാർക്കും നിസ്കരിച്ചെന്നെ ഒരു ബാങ്ക് കഴിയുമ്പോൾ 10 ബാങ്ക് ഇയാള് തൊഴിലാളിന്റെ ആളാട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരം 3 തന്നെ ഉള്ളൂ, അതിൽ തന്നെ 3 ഉള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് 2 ഉള്ളൂ എന്നാണ് എന്റെ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് എന്താ നിങ്ങള് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കവാത്തൊന്നുമില്ല, ലക്ഷക്കണക്കിന് ചെലവാക്കിയിട്ട് പള്ളിന്റെ ആവശ്യമല്ല. അഖമി സ്വലാത്ത ദിക്രി എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. ഒരു ഓർമ്മ അങ്ങനെ ഉണ്ടായാൽ മതി.
ബാങ്ക് കൊടുക്കാൻ വണ്ടി ഓടിക്കുന്നോ, വണ്ടി ഇങ്ങനെ വളവിൽ തിരിച്ചുമ്പോ അല്ലാന്ന് വിളിച്ചാൽ ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഹോട്ടലിൽ ചായ വാർന്നു കൊടുക്കണ ചായ മക്കാനിക്കാരൻ റബ്ബേന്ന് വിളിച്ചാൽ ഓന്റെ നിസ്കാരം കഴിഞ്ഞു. സാധനം തൂക്കി കൊടുക്കണം, പീടിയാൽ ഇങ്ങനെ അത് 2 ഉള്ളിയൊക്കെ ഇങ്ങനെ സിലാസ് നോക്കുമ്പോ അല്ലാന്ന് ഓന്റെ നിസ്കാരം കഴിഞ്ഞു. കണ്ണൂട്ടുന്നോ കൈ ഇങ്ങനെ പിടിക്കുമ്പോ അല്ലേ, കനപ്പ പിടിക്കുമ്പോ റബ്ബേന്ന് ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഒരു ഖവാത്ത് വേണ്ട, ലക്ഷക്കണക്കിന് പള്ളിയും വേണ്ട, അള്ളാനെ ഓർത്താ മതി. അപ്പൊ ചേകനൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഹേയ്, ചേകനൂർ നിസ്കാരത്തിനെതിരല്ല. അയാൾ പറഞ്ഞത് 5 വഖത്തുണ്ട്, എന്നാലത് 3 ആക്കി തൊഴിലാളികൾക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ടെന്നാ. അയാൾ 3 നിസ്കരിക്കലില്ലാന്ന് അയാളൊപ്പം ജീവിച്ചവർക്കറിയാം. അങ്ങനെ തന്നെയാണ് നിഷേധം തുടങ്ങിയത്. നിഷേധം ഒറ്റടിക്കാൻ ഞാൻ മോന്ത കടി കിട്ടുമല്ലോ. കണ്ട നിങ്ങൾ, വളരെ സത്യമാണ് പറഞ്ഞത്. ചേകനൂര് 3 നിൽക്കരിക്കെല്ലാം ഒപ്പം കഴിഞ്ഞവർക്ക് അറിയാം. അത് കൂടെ കടക്കൊക്കെ രാപ്പന് തിരിയാ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ സ്ഥാപനത്തിലെ ഉസ്താദേനു ഈ ചേകനൂര് സ്ഥാപനം ഇടവണ്ണയിലെ ജാമ്യന ദിവയിലെ ഇങ്ങനെയുണ്ട്. പിന്നെ താടിമുടിയൊക്കെ പോയിട്ട് മുളച്ചു വന്തിയിലൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ താടിക്ക് സക്കാത്ത് കൊടുക്കേണ്ട വിചാരിച്ചൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നു. കാലം അതേതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്തായാലും ഈ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അല്പാൽപമായിട്ട് ഇങ്ങനെ പോകുന്ന രൂപം പറഞ്ഞു തരുന്നത് സക്കരിയ സ്വലാഹിയാണ്. നമ്മൾ അറിയാതെ ആദ്യൊരു മാറ്റം വരുത്തും, പിന്നൊരു മാറ്റം വരുത്തും, ക്രമേണ മതത്തുനിന്ന് പോകൂ. അതന്നെ കൂട്ടിയ മുജാഹിദിനുള്ള കുഴപ്പം, അതാ ജമാഅത്തിനുള്ള കുഴപ്പം, അതാ തെബീരിനുള്ള കുഴപ്പം. എന്റെ അല്പാൽപമായിട്ട് ഇങ്ങനെ മാറ്റം വരുത്തുകയാണ്. ആ മാറ്റം മുജാഹിദ് വരുത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരോപണമാകും. സക്കരിയ സ്വലാഹി എന്നെ പറഞ്ഞോട്ടെ, അയാൾ വരേണ്ട മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളത് കേട്ടോളുങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാര് ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര് മാറാൻ തുടങ്ങി. കെ എം മൗലവിയും ഇ കെ മൗലവിയും ഒക്കെ തലേക്കെട്ടിയ മുസ്ലിയാക്കന്മാരായിരുന്നു. കെ എം മൗലവിന്റെ ശരിയായ പേരെന്തായോ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്ന തിരുത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അന്നൊക്കെ കണ്ണങ്ങള് അവ തെളിവ് കിട്ടിയത് തിരിച്ച് എവിടെ തെളിവ് കിട്ടിയത്? ഇത് കടലിൽ മുങ്ങിയെടുക്കണതാ, അല്ല അതോ കേറ്റത് കുഴിച്ചെടുക്കണതാ? ഇത് ഓൾറെഡി ഉള്ളതാ. പിന്നെ എവിടെ തെളിവ് കിട്ടുന്നത്? അപ്പൊ അല്പാൽപമായിട്ട് ഇങ്ങനെ മാറി. ഇത് ഒരു കാര്യം ഒരു പറഞ്ഞു, മുജാഹിദിന്റെ തുടക്കം തലയിൽ കെട്ടിട്ട് മുസ്ലിയാക്കന്മാരെന്നു. അപ്പൊ ഇപ്പഞ്ഞ് കുറെ ആൾക്കാരെ കിട്ടും, ഓ കണ്ടോ ഫൈസിമാര് കുറെ, താരിമികൾ കുറെ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അത് പണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ നല്ല പറഞ്ഞത്, തലക്കെട്ട് കുണി കെട്ടിയ ആൾക്കാരാണ് എന്നാണ്. അപ്പം നിരന്തരം ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സക്കരിയ സ്വലാഹി പറഞ്ഞത്. പക്ഷെ ചെങ്കരംകുളത്തെ പ്രസംഗത്തിൽ സ്വാഗതം പറഞ്ഞപ്പോ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പണ്ട് എന്തു പറഞ്ഞോ ഒരു മാറ്റവും വരുത്താതെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. വൈരുദ്ധ്യം അത് കേട്ടോളൂ നിങ്ങൾ. നൂറ്റാണ്ടുകാലമായി ഇവിടെ സംഘടിതമായി പ്രവർത്തിച്ചു വന്ന ഈ ഒരു നൂറ്റാണ്ടുകാലം അതിന്റെ ആരംഭത്തിൽ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അതിൽ നിന്ന് ഒട്ടും കുറക്കാതെ ഒരഹർഫ് പോലും ഒരക്ഷരം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഇത് കൃത്യമായൊരു പ്രത്യേകതയാണ്. ഇസ്ലാഹി പ്രസ്ഥാനമല്ലാതെ ലോകത്ത് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മതസംഘടനകളും ഹറാമുകളും ഹലാലുകളെയും കാലത്തിനനുസരിച്ച് മാറ്റുകയും ഒരു കാലഘട്ടത്തിൽ പണ്ഡിത സദസ്സുകൾ കൂടി അവർ ഹറാമുകളെ ഉണ്ടാക്കുകയും പിന്നീട് ഹറാമുകൾ പിൻവലിക്കുകയും പിന്നീട് ഹലാലുകളാക്കുകയും പിന്നീട് ഹലാലുകളെ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആചാര രംഗത്ത്, ഇബാദത്തുകളുടെ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ തന്നെ മതനിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് പൗരോഹിത്യമാണെന്നും മതനിയമങ്ങൾ മനുഷ്യന്റെ ഭാവിയും ഭൂതവും അറിയുന്ന പടച്ച തമ്പുരാൻ ഉണ്ടാക്കിയതിനാൽ അത് മാറ്റേണ്ടതില്ല എന്നും അതിൽ അടിയുറച്ചു നിൽക്കണമെന്നും ജനങ്ങളോട് പറയുകയും ആ സ്രോതസ്സിൽ നിന്ന്, അടിസ്ഥാന സ്രോതസ്സിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ആ മതനിയമങ്ങളെ ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു മീഡിയയായിട്ട് മാത്രമാണ്. അപ്പോ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതൊന്നും മാറ്റിയിട്ടില്ല.
അടിസ്ഥാനപരമായി ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താത്ത പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ പ്രസ്ഥാനം. മറ്റുള്ള എല്ലാ ആളുകളും ഹറാമൻ ഹലാലാക്കുകയും ഹലാൽ ഹറാമാക്കുകയും അങ്ങനെ മാറ്റലും തിരുത്തുകളും ഒക്കെ വരുത്തിയതാണ് എന്നാണ്. എന്നാ കേൾക്കണം, നിങ്ങൾക്ക് തീരെ തർക്കമില്ലാത്ത സലാത്തിലടക്കം മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നയങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ബാക്കി വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ പേര് സ്വലാത്ത് ചെല്ലുക എന്നത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആല നിസ്കരിക്കാൻ കൽപ്പിച്ചപ്പോ, നോമ്പ് കൊണ്ട് കൽപ്പിച്ചപ്പോൾ, സകാത്തും ഹജ്ജും പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നു നിങ്ങൾ ചെയ്യണം, മലക്കുകൾ ചെയ്യുന്നു നിങ്ങളും പിൻപറ്റണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹുവും മലക്കുകളും ചെയ്യുന്നു നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ ഏതേ ഒരു കാര്യം നബി തങ്ങളുടെ സ്വലാത്താണ്. ആ സ്വലാത്തടക്കമുള്ളതിൽ മുജാഹിദ് നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഇട്ടു തന്നു 3-4 ക്ലിപ്പുകൾ. വളരെ പരിഹാസത്തോടെ മന്ത്രം തന്ത്രം കന്ത്രം എന്ന് പറഞ്ഞ അതേ മൗലവിയാണ് ആ പറഞ്ഞ ഉമമീര് വയ്ക്കുന്നതിന്റെ മുമ്പ് മന്ത്രിക്കണം, ഉറക്കുന്ന കുട്ടിയേക്ക് മന്ത്രിച്ചാൽ പിടിച്ചു വെച്ചതോ നിൽക്കും എന്ന് പറഞ്ഞതാ. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്വലാത്തിന്റെ നിങ്ങൾ കേട്ടോളൂ. ആദ്യമായി ആ സ്വലാത്തിനെ വിമർശിച്ചുകൊണ്ട് ചുങ്കത്തറക്കാരൻ മൗലവിയുടെ പ്രസംഗം ഉണ്ട്. ആ പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. സ്വലാത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, സ്വലാത്തിന്റെ ആശയം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നാരിയ സ്വലാത്ത് ഉണ്ടായത്. ഇബ്രാഹിം അൻ-നാസി എന്ന ഒരു ആള് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് വിഷമങ്ങൾ തീരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തവക്കുലാക്കുന്നതിന് പകരം റസൂലിനെ തവക്കുലാക്കുന്ന, അള്ളാഹുവോട് പറയുന്നതിന് പകരം റസൂലിനോട് പറയുന്ന ശിർക്കിന്റെ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് അതിന് നാരിയ സ്വലാത്ത് എന്ന് മുസ്ലിയാക്കന്മാര് പേരിട്ടു. നാരിയ സ്വലാത്ത് എന്ന് പേരിട്ടു. അതെ, അർത്ഥവത്തായിരിക്കുന്നു നരകത്തിലേക്കുള്ള സ്വലാത്ത്. നാരിയ സ്വലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. കേട്ട് നിങ്ങൾ കുഴപ്പമാണ്. അള്ളാന്റെ റസൂൽ കാണിച്ചു തന്നതല്ലാത്തൊരു സലാത്ത് ഞമ്മക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇങ്ങനെ റസൂൽ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് 4 വരി എനിക്കുണ്ടാക്കാൻ കഴിയോ? ഒരു കുഴപ്പമില്ല, എനിക്കത് വേണം. അതാണല്ലോ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതൊരു സ്വലാത്താണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇത് വേറെ സ്വലാത്താണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഖിൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇത് വേറെ സ്വലാത്താണ്. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. ഇത് വേറെ സ്വലാത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സ്വലാത്താണ്. ഏത് സ്വലാത്തുമാർക്കും ചെല്ലാം, ഉണ്ടാക്കി ചെല്ലാം. അങ്ങനെയല്ലേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സ്വലാത്താകാം. ഇസ്ലാമിന്റെ നിയമം അതാ. ആ നിയമത്തിന്റെ എതിരെ മൗലവി പറഞ്ഞു. പക്ഷേ പറഞ്ഞ മൗലവിമാര് കുടുങ്ങി. കാരണം അവരുടെ പല പ്രസംഗങ്ങളിലും നമ്മൾ ക്ലിപ്പിട്ട് കേൾപ്പിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് ഇവരെ നേതാക്കന്മാർ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലുന്നുണ്ട്, ഇവരെ ലേഖനത്തിനോട് ഇവര് സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ഇതെടുത്തു വെച്ചിട്ട് നമ്മൾ ആലിമീങ്ങൾ ചോദിച്ചു, ഈ സ്വലാത്ത് ഹദീസിലുണ്ടോ? ഇത് കിതാബിലുണ്ടോ? അഹ്മദ് കിതാബിലുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ കുടുങ്ങി വന്നപ്പോ അതാ തിരുത്തി. ചാരിയത്തെ പ്രസംഗത്തിൽ വെച്ചിട്ട് ഇയാളെന്നെ പറഞ്ഞു,
സലാത്ത് ഏത് ഭാഷയിലും ചെല്ല, ഏത് സലാത്തും ചെല്ല. അർത്ഥം എന്താന്ന് ഒത്താ മതി. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സലാത്ത് തന്നെയാണ്. ഒരു തെറ്റുമില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഒരാൾ പറഞ്ഞ അതിനൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. നോക്കി നിങ്ങൾ നേരത്തെ ഇയാൾ എന്നെ പറഞ്ഞത് റസൂലുള്ള ചൊല്ലിയ സലാത്തല്ലോ, ഒരു സലാത്തും ചെല്ലാൻ പാടില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു റസൂലുള്ളാഹിനെ ഞങ്ങളോടൊപ്പം റസൂലുള്ളാഹിനെ ഇപ്പൊ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ. വൃത്തികേടപ്പക്കപ്പടെ കാണുകയാണ്, തുറന്നുമല്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പോയിട്ട് ഏത് ഭാഷയിലും പറയാം, മലയാളത്തിന് സലാത്ത് ചെല്ല എങ്കിൽ മൗലായ സല്ലിവസ മാത്രമല്ല മുസ്തഫ ജാനെ റഹ്മത്ത് ലാഖോ സലാം, ബസ്മേ ഹിദായത്ത് ലാഖോ സലാം, ശഹരിയാരെ ഇനം താജ്ദാരെ ഗരം നൗബഗാരെ ശഫാത്ത് ലാഖോ സലാം. ഉറുദൂലും സലാത്ത് ചെല്ലാം, മലയാളത്തിലും ഗുണമണിയായ റസൂലുള്ളാഹ് പരിപകരും ഗുരുനൂറുള്ളാഹ് നബിയേ സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ സ്വലാത്തിലടക്കം ഇങ്ങനെയാണ്. അറിഞ്ഞു നിങ്ങൾ, ഇത് മുജാഹിദുകളെ മാത്രം പരിബന്ധന പറഞ്ഞാൽ ജമാഅത്തേക്ക് വേർപിടിച്ചു പോകും. കാരണം ഞങ്ങൾ എന്താ നിങ്ങൾ ഇതുവരെ പരിഗണിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ പറയേണ്ടതില്ല. കാരണം ഖുർആനും സുന്നത്ത് ഹോൾസെയിലായിട്ട് വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും നേതാവ് ആരിഫിനെ പറയണ ഞങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ വിഷയാക്കണ്ട. കാരണം ഞങ്ങളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, ഞങ്ങൾ ഖുർആൻ റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് തുറന്ന് തന്നെ സാധുക്കൾ പറയാം. പിന്നെ നമ്മൾ അതിന്റെ പോലെ കൂടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഇട്ടുകൊടുക്ക്, ഇനിയിപ്പോൾ ഒരു സമാധാനം ആയിക്കോട്ടെ, ഞങ്ങളുടെ നേതാവ് എന്താ പെടാത്തത് എന്നുള്ളത് കേട്ടോ. അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ട്. കാരണം ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അവർ ഖുർആൻ മുത്താലഅ ചെയ്യുന്നുണ്ട്, ഹദീസുകൾ പഠിക്കുന്നുണ്ട്, ലോകത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാൻ ശ്രമിക്കുകയും കാലത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ ഈ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എന്നിട്ട് ഏകമുഖമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അണികളിൽ ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമുള്ള ചടുലമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അപ്പൊ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഉണ്ട്. കാരണം എന്താ, ഖുർആൻ മുത്താല ചെയ്യുന്നവരാണ്. പെട്ടിക്കച്ചവടം നടത്തുന്ന അയമോട്ടിയൊക്കെ ഖുർആനാണ് മുത്താല ചെയ്താലും കളികൾ ജമാഅത്തെ ഇസ്ലാമിൻ കാർക്കു നൽകിയ മെമ്പറാ, അല്ലെ സോൾഡാറ്റിന്റെ ഓഫീസിലെ സെക്രട്ടറിയാ. ഇയാൾ ഖുർആൻ മുത്താല ചെയ്യാൻ. അങ്ങനെ മുത്താല ചെയ്താണ് പണ്ട് ചന്ദ്രചൂടൻ ആയത്ത് ഓതിയത്. ശരീഅത്ത് പ്രശ്നത്തില് ഷാബാനു എന്ന് പറഞ്ഞ തലാഖല്ലിയപ്പം ജീവനാംശം കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നില്ലേ. വല്ല മുത്തലക്കാത്തി മത്താമുൽ മാറഫി അക്കല്ലല്ല മുത്തഖീൻ. ഈ ആയത്ത് ചന്ദ്രചൂടൻ ഇംഗ്ലീഷ് കയറ്റി കൊടുത്തിന് മൂപ്പർ ഓതിയില്ലേ. വലിയ മുട്ടല്ലക്കാട്ടി മട്ടാവുൽ മാറഫി അക്കല്ലല്ല മുട്ടക്കീൻ. കാരണം ഇംഗ്ലീഷിൽ താവും ടഹും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഓതിയിട്ടാണ് ജീവനാംശം കൊടുക്കണോന്ന് പറഞ്ഞ്. അതിന്റെ എതിരിലല്ലേ പിന്നെ ഒച്ചിമ്പകളൊക്കെ ഇന്ത്യയിൽ മൊത്തം നടന്നത്. അതല്ലേ ശരീഅത്ത് പ്രശ്നം എന്ന് പറയണത്. ഖുർആൻ മുത്താല ചെയ്തതാ ആര്? ജമാഅത്തെ ഇസ്ലാമിയിലെ ഓരോ മെമ്പർമാരും ഖുർആൻ മുത്താല ചെയ്യാൻ ഒക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ബുദ്ധിജീവികളായ ജമാഅത്തെ ഇസ്ലാമി മുത്താല ചെയ്തപ്പോൾ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വന്നു. അതാ രസം. ഒരഭിപ്രായമല്ല. പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം കൂടെ സമന്വയിപ്പിച്ച് സ്വാംശീകരിച്ചുകൊണ്ട് അത് ഒറ്റക്കെട്ടായി എത്തിക്കുന്ന ചടുലമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അപ്പൊ ഒരു ഔരുമുള്ള മോഡലാണ്. അത് കുറച്ച് തേങ്ങ അപ്പുറത്തുനിന്നും പഞ്ചാര അപ്പുറത്തുനിന്നും പഴ അപ്പുറത്തുനിന്നും മറ്റേ ഒക്കെപ്പാടെ കൂടിയിട്ട് അവൽ മിൽക്ക് ഒറ്റ കൊടുക്കല. അങ്ങനെ കൊടുക്കുന്ന ചടുലമായ സംവിധാനം അതാണ് ജമാഅത്തെ ഇസ്ലാമി. അതിലായി എന്നിട്ടോ ആ പറഞ്ഞ വിഷയത്തിലും ഉറച്ചിക്കാൻ കഴിഞ്ഞു. അതാ രസം. ഖുർആൻ മുത്തല ചെയ്തിട്ട് അഭിപ്രായത്തിൽ എന്താണ് വെക്കട്ടെ.
ഇതെല്ലാം പാടെ സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ ഗവേഷണം കൂടെ സമന്വയിപ്പിച്ച് ഒരഭിപ്രായത്തിൽ ജമാഅത്ത് ഇസ്ലാമി എത്തുമെന്നാണല്ലോ ഈ പറഞ്ഞത്. അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞോ? ഇല്ല. ഉദാഹരണത്തിന് ഷേഖ് അബ്ദുൽകാരൊക്കെ ഒരു ക്ലിപ്പുകൾ കേട്ടോളൂ, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമി ശിർക്കാണ് എന്ന് പറഞ്ഞു. ഇന്നും ശിർക്കാണ്, ഇന്നലെ ശിർക്കാണ്, നാളെ ശിർക്കാണ്. എന്താ ശിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രമാണ്. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്. മതി നിങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു MP പോയാൽ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു MLA പോയാൽ, ഒരു മന്ത്രി വന്നാൽ അവിടെ ഇപ്പൊ നിക്കാറഞ്ചക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ MLA MP പോണത് തന്നെ? അതോ കുത്തുബ അറബിയിലോ മലയാളത്തോ തീരുമാനിക്കാൻ വേണ്ടിയിട്ടോ? ഇന്ത്യന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം തന്നെ. ഖുർആൻ സുന്നത്ത് എന്താ വെച്ചാൽ ഇന്ത്യന്റെ നിയമങ്ങളൊക്കെ നടക്കുന്നത്. കേരളത്തിൽ ബുഖാരി മുമ്പിൽ വെച്ചിട്ടാണോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരണം നടത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്, മതേതരത്വ രാഷ്ട്രമാണ്. അവിടെ എല്ലാ മതക്കാർക്കും പറ്റുന്ന ഒരു പൊതു നിയമം ഉണ്ടാവുക. അതനുസരിച്ചുള്ള ആളുകൾക്ക് തന്നെ മത്സരിക്കാൻ കഴിയൂ, അതനുസരിച്ചുള്ള വോട്ട് ചെയ്യാൻ കഴിയൂ. ആ വോട്ട് ചെയ്യലും ആ മത്സരിക്കലും ശിർക്കാണ്, ഇത് തെറ്റാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ് എന്നാണ്. അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെയായിരുന്നു ജമാഅത്തുകാരെ പണ്ടത്തെ വാദം. പക്ഷെ ഇപ്പോ ജിബിലിയിൽ ഇറങ്ങി നിയമം മാറ്റിയിട്ടുണ്ട്. 2-3 രേഖ ഞാൻ വായിക്കാൻ. ഉദാഹരണത്തിന് ഇത് റസായിലോ മസായിൽ, ചോദ്യോത്തരങ്ങൾ എന്നാണ് ഈ പറഞ്ഞ പുസ്തകത്തിന്റെ അതിന്റെ അർത്ഥം. ഇതിൽ ഒരു ചോദ്യം, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ചോദ്യം. അതിങ്ങനെ വിശദീകരിച്ച് ലാസ്റ്റ് പറയാ, और इस नजरिया से हटकर अव्वल जिक्र जमहूरी नजरिया ले कबूल करना गोया अकीदा तौहीद से मुनहरिफ हो जाना है। इसलिए हम कहते हैं कि वो जो असेंबलियां पार्लियामेंट मौजूदा जमाने के जमहूरी उसूलों पर बनी है, उनकी रुकनीयत हराम है और उनके लिए वोट देना भी हराम है. ഇപ്പോഴത്തെ ചുറ്റുപാട് പ്രകാരം നമ്മുടെ ഗവൺമെന്റുകളൊക്കെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. ഇതാണ് ജനാധിപത്യ വ്യവസ്ഥിതി. ഈ ഭൂരിപക്ഷം നോക്കിയിട്ട് തെരഞ്ഞെടുക്കുന്ന അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും മത്സരിച്ച് മെമ്പറാകൽ ഹറാമാണ്. उनकी रुकनीयत हराम है और वोट देना भी हराम है. വോട്ട് ചെയ്യലും ഹറാമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്. ഏത് ഇത് പ്രസംഗം പറയുന്നു, മറ്റേത് എഴുത്തും പറയാൻ. ഒന്നേ ഇനി വോട്ട് ചെയ്യൽ മാത്രമല്ല, ഗവൺമെന്റ് ജോലി നിഷിദ്ധാണ്. ജമാഅത്തുകാരനായാൽ KSRTC കണ്ടക്ടർ ആകാൻ പറ്റൂല, പഞ്ചായത്ത് ഓഫീസർ സ്വീപ്പറാകാൻ പറ്റൂല, അത് താൽക്കാലിക നിയമത്തിനും പറ്റൂല, എംപ്ലോയ്മെന്റിനും പറ്റൂല, അല്ലാത്തതും പറ്റൂല. നോക്കിക്കോളൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണിത്. 6 രൂപ വരെ വരുന്ന ഭരണഘടന IPH പുറത്തിറക്കുന്നതാണ്. ഈ ഭരണഘടനയിൽ 13ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നു, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണ വ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ, അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ, അതിന്റെ കോടതി വ്യവസ്ഥയിൽ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. MLA ആകാൻ പറ്റൂല, മന്ത്രിയാകാൻ പറ്റൂല, MP ആകാൻ പറ്റൂല, വാർഡ് മെമ്പർ ആകാൻ പറ്റൂല, കൗൺസിലറാകാൻ പറ്റൂല, ഗ്രാമപഞ്ചായത്തും പറ്റൂല, ജില്ലാ പഞ്ചായത്തും പറ്റൂല, വക്കീലാകാൻ പറ്റൂല, ഗുമസ്തനാകാൻ പറ്റൂല, മാത്രമല്ല ജസ്റ്റിസ് ആകാനും പറ്റൂല, SI ആകാനും പറ്റൂല, പോലീസാകാനും പറ്റൂല, അറബി മുൻഷിയാകാനും പറ്റൂല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പറയുന്നു, ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ യാതൊരു നടത്തിപ്പിനും സഹകരിക്കരുത് എന്ന് മാത്രമല്ല,
15-ാമത്തെ പേജിൽ പറയുന്നു, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവർത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി അടിച്ചെന്നെ പണി കിട്ടിക്കണോ, വേഗം രാജിവെച്ചോ. എവിടെയെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടിയോ, വേഗം രാജിവെച്ചോ. ആ ജോലിയും നിഷിദ്ധമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ബേസിക്കൽ തിയറിയാണ്, അടിസ്ഥാന തത്വം. മുണ്ടിത്തൊടുക്കൽ ജമാഅത്താർ ഗവൺമെന്റ് ജോലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സംഗതി പാടില്ല എന്നാണ് നിയമം. തീർന്നിട്ട് ഇനി 2-3 കാര്യങ്ങൾ ഞാൻ വഹിക്കണം, കുറച്ചും ക്ഷമിക്കണം. കാരണം എന്താ ചോദിച്ചാൽ, നിയമം അന്ന് എന്നും ഒന്നാണെന്നാ പറഞ്ഞേ. ആ നിയമം മാറ്റണ്ട് എന്ന് വരുത്താനാണ്. ഇത് 1989 ഫെബ്രുവരിയിലെ പ്രബോധനം. ഇതിൽ പറയുന്നു, എന്നാൽ ആ കൂട്ടത്തിൽ സയ്യിദ് മൗദൂദി മറ്റൊരു കാര്യം കൂടെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൽ അടിസ്ഥാന പ്രാധാന്യമുള്ളതും തൗഹീദുമായി നേരിട്ടു തന്നെ ബന്ധമുള്ളതും എന്നാൽ മുസ്ലിം ലോകം പ്രയോഗത്തിൽ അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു കളഞ്ഞതുമായ ഒരു പ്രശ്നം അവ തൗഹീദാണ്. അടിസ്ഥാനപരമാണ് പ്രശ്നം. എന്താണത്? നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. വിധികർത്തൃത്വം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ അധികാരവും ഈ അവകാശവും സ്വതന്ത്രമായി മറ്റാരും